സോ DC സിനിമ കണ്ട്, അതായത് അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത, പിന്നെ സിനിമയിൽ ഈ ലോകേഷ് കനകരാജിന്റെ ആദ്യത്തെ സിനിമയാണ്. ആസ് എ ആക്ടർ പിന്നെ വാമിക ഗബ്ബി ഉണ്ട്, പിന്നെ ഒരു ഫീമെയിൽ ഡയറക്ടർ ഉണ്ട്. മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധാണ്. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയണ കിടിലൻ സിനിമയാണ്, ഒരു രക്ഷയില്ല. അതായത് ഒരു കിടിലൻ ഒരു എന്താ പറയാ ആക്ഷൻ ഡ്രാമ വേണം പറയാം, അത്രയ്ക്ക് നന്നായിട്ടുണ്ട് സിനിമ. ആ ഒരു സിനിമ പോകുന്ന രീതിയായാലും എല്ലാം ഓവർ വെച്ചിട്ട് നല്ലൊരു സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്തത്. DC ദേവദാസ് ചന്ദ്ര. പിന്നെ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഇത് ആദ്യത്തെ സിനിമയാണ്. പുള്ളി ഈ സിനിമയിൽ കിട്ടിയ പെർഫോമൻസ് ആണ്. പിന്നെ പറയുന്നത് വാമിക ഗബ്ബി. ഈ സിനിമയുടെ ഒരു ടർണിംഗ് പോയിന്റ് വേണം പറയുന്നത് അത് വാമിക ഗബ്ബിന്റെ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്നത്. അതിന്റെ ശേഷമാണ് ഒരു ടർണിംഗ് ആവുന്നത് ഈ സിനിമ. ആ ഒരു സ്ലോ ബേസിൽ പോയാണ് സിനിമ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്നത് അതിന് ശേഷമാണ്. ഈ സിനിമ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് തന്നെയാണ്. ഞാൻ മറ്റേ ഈ സിനിമ കാണാൻ വേണ്ടിട്ട് പോയത് തന്നെ പുള്ളിയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാൻ തന്നെയാണ്. ഒരു രക്ഷയില്ല, അകത്തിരുന്ന സിനിമ. സിനിമാറ്റോഗ്രാഫി ആയാലും കളർ ഗ്രേഡ് ഒക്കെ ആയാലും ഒരു ഡീസെന്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവൽ എനിക്ക് നന്നായിട്ട് വർക്കായി, കിട്ടിലൻ ഇന്റർവൽ വേണമെന്ന് പറയാം. അങ്ങനെ DC എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ ഈ സിനിമ കാണാത്തവരണം പോയിട്ട് കണ്ടോളി. ഒരു കിടിലൻ സിനിമ വേണമെന്ന് പറയാം. നല്ലൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സിനിമയ്ക്ക് ട്രൈ ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.